ഞാനൊരു മനുഷ്യനെന്ന നിലയ്ക്ക് ഒരു നിയന്ത്രണത്തിൻ്റെ ഭാരവും എൻ്റെ ഭാര്യയിലേക്കും വെക്കുന്നില്ല, എൻ്റെ മകളിലേക്കോ മകനിലേക്കോ ഒന്നും വെക്കുന്നില്ല. അദ്ദേഹം നോക്കിയാണ് ചിലപ്പോൾ പ്രണവ് മോഹൻലാലിനെ കുറിച്ച് ഇതേ പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ അച്ഛൻ എന്ന അധികാരത്തിൻ്റെ ഒരു ഭാരം, നിയന്ത്രണമൊന്നും ഒരു ഘട്ടത്തിലും മക്കളിലേക്ക് വെക്കാതെ, മക്കൾ എന്താണോ ചിന്തിക്കുന്നത്, മക്കൾക്ക് എന്താണോ പറയാനുള്ളത് അത് പറയട്ടെ. മറ്റു പല മെഗാ താരങ്ങളുടെയും മക്കളെ നോക്കുക, അതാണ് മെഗാ താരത്തിൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും കംഫർട്ട് സോണിൻ്റെയും അപ്പുറം പോയിട്ട് ഒരു അക്ഷരം മിണ്ടാതിരിക്കാനുള്ള സവിശേഷമായ ശ്രദ്ധ ആ കുടുംബത്തിൽ ആകമാനം പ്രകടമായിരിക്കെ ഇവിടെ മോഹൻലാലിന് നമുക്കറിയാലോ, മോഹൻലാൽ മോദിയെ പുകഴ്ത്തും, പിണറായി വിജയനെ പുകഴ്ത്തും, സതീശനെയും കെട്ടിപ്പിടിക്കും. അദ്ദേഹത്തിന് അങ്ങനെ പ്രത്യേകമായിട്ടൊന്നുമില്ല. അതുപോലെ അപ്പുറത്താണെങ്കിൽ ഒരു സമരം നടക്കുമ്പോൾ മോഹൻലാൽ അതിനെക്കുറിച്ച് പൊസിഷനൊന്നും പറഞ്ഞില്ല, പക്ഷേ മോഹൻലാലിൻ്റെ മകൾ പൊസിഷൻ പറഞ്ഞു. അതിലേതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു സഫക്കേഷൻ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, മകളുടെ കൂടെ ഈ പരിപാടിക്ക് ഞാൻ ചെന്നാൽ എന്നോട് മകൾ പറഞ്ഞ രാഷ്ട്രീയത്തെക്കുറിച്ച് അഭിപ്രായം ചോദിക്കും, ഞാൻ കുടുങ്ങും, അതുകൊണ്ട് ഈ പരിപാടിക്കേ ഞാൻ പോവേണ്ടതില്ല എന്നും അദ്ദേഹം ചിന്തിച്ചില്ല. ചോദ്യം ചോദിക്കും, നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ എന്ന മട്ടാണ് അദ്ദേഹത്തിന്. പിന്നെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഈ വിച്ഛേദിത വ്യക്തിത്വം എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹത്തിന് മകളോടുള്ള പരമമായ വാത്സല്യവും പ്രകടമാകുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ തൻ്റെ മകൾ ആരാണെന്നും അവർക്ക് പൊതുവേദിയിൽ ഇടപെടുമ്പോൾ ഉള്ള പരിമിതികൾ എന്തൊക്കെയാണെന്നും മനസ്സിലാക്കിയത് അദ്ദേഹം വിടു അപ്പാവത്തെ, ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചോളൂ, ഞാൻ ഉത്തരം പറയാമെന്ന് പറയുന്നുണ്ടല്ലോ. അത് ലോകത്തെല്ലാ അച്ഛന്മാർക്കും മക്കളുള്ള ഒന്നാണ്. അത് ജോസഫ് സ്റ്റാലിൻ മുതൽ ഇങ്ങോട്ട് എടുത്ത എല്ലാവർക്കും ഉണ്ട്. അത് കിങ് ജോങ് ഉന്നും ഉണ്ട്, പിണറായി വിജയനും ഉണ്ട്, മോഹൻലാലിനും ഉണ്ട്. മകൾ എന്ന് പറയുന്ന സവിശേഷമായ വികാരം. അപ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ മൊമെൻ്റാണ്. എന്ന് വെച്ചാൽ മോഹൻലാൽ എന്ന് പറയുന്ന മനുഷ്യനെക്കുറിച്ചുള്ള ഒരു നടൻ നിലയ്ക്ക് നമുക്ക് അദ്ദേഹത്തോട് ഭയങ്കരമായ അത് വാക്കുകൾ കൊണ്ട് വിശേഷിപ്പിക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഇഷ്ടവും മതിപ്പുമാണ്. അതിനപ്പുറം ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ രാഷ്ട്രീയവും എൻ്റെ നിലപാടും പറയുന്നു, ഞാൻ അതിനകത്ത് ജീവിക്കുന്നു. ഞാനത് അടിച്ചേൽപ്പിക്കാനോ നിയന്ത്രിക്കാനോ ഭാരമേൽപ്പിക്കാനോ നിൽക്കാത്ത ഒരാൾ. നിങ്ങൾ സ്വതന്ത്രരായി വളരൂ എന്ന് മക്കളോട് പറയുന്നത് ഒരു ഭംഗിവാചകമല്ലാതെ അത് സാധ്യമാക്കുന്ന ഒരു മനുഷ്യൻ. എന്നിട്ട് ഒരു ആവശ്യം വരുന്ന ഘട്ടത്തിൽ ഒരു അച്ഛൻ, ഒരു മുതിർന്നയാളെന്ന നിലയ്ക്കുള്ള സംരക്ഷണ കവചത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒരു വലിയ കുടവിരിച്ച് നിൽക്കുന്ന മനുഷ്യൻ. മോഹൻലാലിനെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ച എന്ന് പറയുന്നത് എത്ര മനോഹരമാണെന്ന് ഞാൻ പറയുകയാണ്. വൈവിധ്യങ്ങളുടെ മനോഹാരിത മോഹൻലാൽ പങ്കുവയ്ക്കുകയാണ്. അദ്ദേഹം എടുക്കുന്ന കുടുംബത്തിനകത്തെ, കുടുംബം എന്ന് പറയുന്ന സംഗതിയാണല്ലോ ഏറ്റവും വലിയ അധീശത്വം ഗൃഹനാഥൻ പ്രകടമാക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു അധീശത്വം അദ്ദേഹത്തിൻ്റെ ഇല്ല. അദ്ദേഹം എപ്പോഴും പറഞ്ഞു, ഞാൻ ഓഷോ വായിക്കുന്ന ആളാണ് എന്ന് പറയില്ലേ, ഭാരങ്ങളെ ഒഴിവാക്കുന്ന ജദ്ദു കൃഷ്ണമൂർത്തിയൊക്കെ പറയുന്ന പോലെ ഭാരങ്ങളെ ഒഴിവാക്കിയ കുടുംബത്തിനകത്ത് ഒരു അധീശത്വവും ഇല്ലാത്ത അദ്ദേഹം തന്നെ പറയുന്നു, മകൾക്ക് സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹം, മറ്റേ കക്ഷിക്ക് വല്ലപ്പോഴും ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം, എനിക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കണമെന്നുള്ള ആഗ്രഹം എന്നുള്ള തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഞാൻ സിനിമ ചെയ്യുന്നു, എനിക്ക് കൂടി ഇഷ്ടപ്പെട്ട സിനിമയെ നീ ചെയ്യാൻ പാടുള്ളൊന്നുമില്ല, നിനക്ക് സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാം, ഹിമാലയത്തിൽ പോകണമെങ്കിൽ പോകാം, മകൾക്ക് സിനിമ ചെയ്യണമെങ്കിൽ ചെയ്യാം, മകളുടെ സിനിമയുടെ പ്രൊമോഷൻ ഞാൻ വരണമെങ്കിൽ വരാം. അപ്പോൾ ഒരു കുടുംബം, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുടുംബം, അതിനകത്ത് മോഹൻലാൽ എങ്ങനെയാണ് അദ്ദേഹം പറയുന്ന വാക്കുകൾ പോലെ പെരുമാറുന്നതെന്നുള്ളതിൻ്റെ സന്തോഷം ഞാനൊരു പിതാവ് കൂടി നിലയ്ക്ക്, പ്രത്യേകിച്ച് ഒരു പെൺകുട്ടിയുടെ പിതാവ് നിലയ്ക്ക് ഞാൻ ഭയങ്കരമായി അനുഭവിച്ച് കണ്ടു തീർത്ത ഒരു ഇവൻ്റായിരുന്നു ആ പ്രൊമോഷൻ പരിപാടി. മോഹൻലാലിനോടുള്ള ഇഷ്ടം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹം. സിനിമ എന്തെങ്കിലും ആവട്ടെ, സിനിമ ചിലപ്പം നല്ലതാണെങ്കിൽ വിജയിക്കും, പക്ഷേ അല്ലെങ്കിൽ സമ്മിശ്രമാണെങ്കിൽ ഒരു പക്ഷേ കുറച്ച് ദൂരം പോയി നിൽക്കുമായിരിക്കും. അവർക്ക് ഇനിയും മുന്നോട്ട് പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോകാൻ കഴിയട്ടെ. പക്ഷേ ആ ഫാമിലി എന്ന് പറയുന്നത് മലയാളിക്ക് പ്രിയപ്പെട്ട ഒരു ഫാമിലി, അത് കൂടുതൽ അതിൻ്റെ ദൃശ്യ ചാരുത നമ്മുടെ മുമ്പിലേക്ക് വീണ്ടും വെക്കുന്നത് ഞാൻ പറയാം.